കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധം. സംസ്ഥാനം പൂർണ്ണമായും സ്തംഭിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ഒരു ബന്ദിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങാത്തതിനാൽ പൊതുഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദിന് സമാനമായിരിക്കുകയാണ്. ബുധനാഴ്ച അർദ്ധരാത്രി 12 മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി 12 വരെയാണ് പണിമുടക്ക്. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെയും ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരള, MG, കാലിക്കറ്റ് സർവകലാശാലകൾ വ്യാഴാഴ്ച നടത്താനിരുന്ന പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു. KSRTC തൊഴിലാളി യൂണിയനുകളും സ്വകാര്യ ബസ് സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. ടാക്സി, ഓട്ടോ തൊഴിലാളികളും പണിമുടക്കി. ഇതിനാൽ സംസ്ഥാനത്ത് പൊതുഗതാഗതം തടസ്സപ്പെട്ടു. സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്ന് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. ബന്ദിനെ തുടർന്ന് കൊച്ചിയിലും ജനജീവിതം ഭാഗികമായി തടസ്സപ്പെട്ടു. രാവിലെ മുതൽ മിക്കയിടങ്ങളിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. എങ്കിലും അത്യാവശ്യ സേവനങ്ങളെ പൂർണ്ണമായും ബാധിച്ചിട്ടില്ല. KSRTC സ്വകാര്യ ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവ സർവീസ് നടത്തുന്നില്ല. ഇത് യാത്രക്കാരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ നിരത്തുകളിൽ ഇരുചക്ര വാഹനങ്ങൾ സജീവമായി കാണപ്പെടുന്നുണ്ട്. മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ ഭാഗികമായി പള്ളുരുത്തി മേഖലയിൽ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ദിവസത്തെ ശമ്പളം ലഭിക്കില്ലെന്നാണ് ഉത്തരവ്. രാജ്യത്തെ 10ഓളം ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,